നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഴീക്കൽ ഹാർബറിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കല്ലുകൊണ്ടടിച്ചു കൊലപ്പെടുത്തിയതെന്ന് സംശയം. പോലീസ് അന്വേഷണം ഊർജിതം. തെരുവുനായ പ്രശ്നം കൌൺസിൽ യോഗത്തിൽ ബഹളം. ഇരുപക്ഷവും ഏറ്റുമുട്ടി. സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ഭരണപക്ഷവും കോർപ്പറേഷന് തികഞ്ഞ അനാസ്ഥയെന്ന് പ്രതിപക്ഷവും. കോർപ്പറേഷൻ ഭരണത്തിൽ നടക്കുന്നത് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് MV ജയരാജൻ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നതായി MA കരീം. സർക്കാർ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. കരിദിനം ആചരിച്ച ഹാൻഡ്വ്യൂ മേഖലാ ഓഫീസിനു മുന്നിൽ ധർണാ സമരം. മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. അഴീക്കലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴീക്കൽ ഹാർബറിനടുത്ത് ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപം നിർമ്മാണം നടക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ കെട്ടിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഡീസ സ്വദേശി രമേശ് ദാസ് ആണ് മരിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം തലയിൽ കല്ല് വീണ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഹാർബർ സൈറ്റ് എഞ്ചിനീയറാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഇദ്ദേഹമാണ് തൊട്ടടുത്ത കോസ്റ്റൽ പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് കോസ്റ്റൽ പോലീസും വളവട്ടണം പോലീസും സ്ഥലത്തെത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. കോസ്റ്റൽ പോലീസിന്റെ 100 മീറ്ററിനകത്താണ് മൃതദേഹം കണ്ടത്. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപം തലയിൽ കല്ല് വീണ നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലപാതകമെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. മൃതദേഹത്തിൽ നിന്നും 2 സിം കാർഡുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മൊബൈൽ കണ്ടെത്താനായില്ല. പോലീസ് കമ്മീഷണർ അജിത് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബേബി ജോൺ, വളവട്ടണം ഇൻസ്പെക്ടർ TP സുമേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘമാണ് സ്ഥലത്തെത്തിയത്. മണം പിടിച്ച പോലീസ് നായ ഹാർബറിനുള്ളിൽ കയറിയ ശേഷം പടിഞ്ഞാറ് ഭാഗത്തെ പെട്ടിക്കട വരെ ഓടി. കണ്ണൂർ അങ്ങാടിക്കടവിൽ കാർ കുളത്തിലേക്ക് മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. അങ്ങാടിക്കടവ് സ്വദേശി ഇമ്മാനുവൽ ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് അപകടം നടന്നത്. മരക്കൊമ്പ് വീഴുന്നത് കണ്ട് കാർ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. കുളത്തിലേക്ക് കുത്തനെ മറിഞ്ഞ കാറിൽ നിന്ന് കാർ യാത്രികനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂരിൽ വിദ്യാർത്ഥിയായ ഇമ്മാനുവൽ പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് അങ്ങാടിക്കടവിലേക്ക് വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇരിട്ടി മേഖലയിൽ രാവിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. റോഡിലൂടെ പോകുന്നതിനിടെ മരക്കൊമ്പ് വീഴുന്നത് കണ്ട് കാർ വെട്ടിക്കുകയായിരുന്നു. ഇതോടെ സമീപത്തെ തെങ്ങിൽ കാർ ഇടിച്ചു കയറി. ഇതിനുശേഷം സമീപത്തുള്ള ചെറിയ കുളത്തിൽ കാർ മറിഞ്ഞു വീഴുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ആലപ്പുഴയിൽ നടന്ന വാഹനാപകടത്തിൽ കണ്ണൂർ സ്വദേശിയും മാട്ടൂൽ നോർത്ത് മുട്ടം പാണ്ഡ്യാലയിലെ CM അബ്ദുൾ ജബ്ബാറിന്റെയും SLP ഫാസിലയുടെയും മകൻ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ ആണ് മരിച്ചത്. MBBS 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. ആലപ്പുഴയിൽ നടന്ന അപകടത്തിൽ 5 വിദ്യാർത്ഥികളാണ് മരിച്ചത്. പരിക്കേറ്റ മറ്റുള്ളവർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. നീറ്റ് സ്റ്റേറ്റ് മികച്ച റാങ്കിൽ വാദിഹുദ പ്രോഗ്രസീവ് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിയായിരുന്നു. ഇരട്ട സഹോദരങ്ങളാണ്. ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആലപ്പുഴ കളർക്കാട് അപകടത്തിന്റെ കാരണം വാഹനത്തിന്റെ അമിത ഭാരമാണെന്ന് ആലപ്പുഴ RTO അറിയിച്ചു. വാഹനത്തിന്റെ പഴക്കവും മഴയും അപകട കാരണമായെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ കാർ അമിത വേഗതയിൽ ആയിരുന്നില്ല. 14 വർഷം പഴക്കമുള്ള വാഹനത്തിന് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന പോരായ്മയും RTO ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് ICDS കണ്ണൂരുമായി ചേർന്ന് അങ്കണവാടി കുട്ടികൾക്കുള്ള കലാകായികമേള സംഘടിപ്പിച്ചു. ശലഭോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി DDE ബാബു മഹേശ്വരി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മേളയിൽ പള്ളിക്കുന്ന് പുഴാതി ചിറക്കൽ സോണിലെ 100ഓളം അങ്കണവാടികളിൽ നിന്നും 300-ലധികം കുരുന്നുകളാണ് മാറ്റുരച്ചത്. സ്വാഗത സംഘം ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. രാധാവിലാസം UP സ്കൂൾ HM UK ദിവാകരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PV സിന്ധു ടീച്ചർ, രാധാവിലാസം UP സ്കൂൾ മാനേജർ രവീന്ദ്രനാഥ് ചേലേരി, കോർപ്പറേഷൻ കൌൺസിലർ VK ഷൈജു, PTA പ്രസിഡന്റ് PK പ്രവീണ, മദർ PTA പ്രസിഡന്റ് PP നുസൈബ, P സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് 1ാം തരത്തിലെ മുഴുവൻ കുട്ടികൾക്കും മാനേജ്മെന്റ് നൽകുന്ന സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കൽ ഹാർബറിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ കല്ലുകൊണ്ടടിച്ചു കൊലപ്പെടുത്തിയതെന്ന് സംശയം. പോലീസ് അന്വേഷണം ഊർജിതം. തെരുവുനായ പ്രശ്നം കൌൺസിൽ യോഗത്തിൽ ബഹളം. ഇരുപക്ഷവും ഏറ്റുമുട്ടി. സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ഭരണപക്ഷവും കോർപ്പറേഷന് തികഞ്ഞ അനാസ്ഥയെന്ന് പ്രതിപക്ഷവും. കോർപ്പറേഷൻ ഭരണത്തിൽ നടക്കുന്നത് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് MV ജയരാജൻ.
സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നതായി MA കരീം. സർക്കാർ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. കരിദിനം ആചരിച്ച ഹാൻഡ്വ്യൂ മേഖലാ ഓഫീസിനു മുന്നിൽ ധർണാ സമരം. മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യം. ജാസ്മിൻ, നീ എന്താ ഇവിടെ? ഞാനിവിടെ എന്റെ വർക്കിൽ വന്നതാ. മിക്ക ദിവസങ്ങളും ഞാനിവിടെ വരാറുണ്ടല്ലോ. അതിന് ഇവിടെ എന്താ വർക്കാ ചെയ്യുന്നേ? ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇപ്പൊ തന്റെ ഈ ഫ്ലാറ്റിലെ മിക്ക ഫാമിലീസ് എന്റെ ക്ലയൻസും ആണ്. അപ്പോ നീ +2 കഴിഞ്ഞിട്ട്? +2 കഴിഞ്ഞപ്പോ സമ്പാദിക്കണം തോന്നി. അതുകൊണ്ട് ഞാനൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്തു GITD. പിന്നെ ഡിഗ്രി അത് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ് സമ്പാദിച്ചോണ്ട് പഠിക്കാല്ലേ? പഠിച്ചുകൊണ്ട് സമ്പാദിക്കുന്നത് വേണേലും പറയാം. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. തെരുവുനായ വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിപക്ഷം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിട്ടും ബന്ധപ്പെട്ടവർ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും ആരോപണമുയർന്നു. തെരുവുനായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ കോർപ്പറേഷൻ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നിട്ടും പശുവിനെ പിടിക്കാൻ ഒരു പശുവിനെ പിടിക്കാൻ തന്നെ 4000-5000 രൂപ വെച്ച് കൊടുക്കാമെന്നല്ല കാണുന്നത്. ഒരു പിടിക്കാൻ അതിൽ കൊണ്ടുപോകാൻ വേറെ പൈസ, ഇതെല്ലാം പരിശോധിക്കണം. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നിരവധി പേർക്ക് കടിയേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ കോർപ്പറേഷൻ വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് പ്രതിപക്ഷ കൌൺസിലർമാരെ ക്ഷണിച്ചില്ല എന്നും ആരോപണം ഉന്നയിച്ചു. എന്നാൽ സംസ്ഥാന ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ലെന്ന് ഭരണപക്ഷം ആരോപിച്ചു. ആ കൂടുതൽ ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ പടിയൂരിൽ 50ഓളം കൂടുകളുണ്ട്. അതൊരു 3 തൽക്കാലം വിട്ടുതരാൻ വേണ്ടി രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു. പിന്നീട് പലതവണ വിളിച്ച് അവരുടെ നിന്ന് യാതൊരു മറുപടി, അനുകൂലമായ മറുപടി കിട്ടുന്നില്ല. മേയർ വിളിച്ചു, മുൻ മേയർ വിളിച്ചു, സൂപ്പർവൈസർ വിളിച്ചു, എന്നിട്ടൊന്നും ഒരു മറുപടി. ലാസ്റ്റ് മേയർ വിളിച്ചാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ നമ്മളുടെ സാധാരണ ഇല്ല. പക്ഷെ ബന്ധപ്പെട്ടവർ പറഞ്ഞു അവിടെ കൂടുണ്ട്, അത് നിങ്ങൾക്ക് തരാം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മേയർ അന്ന് എത്തുന്ന ദിവസം തന്നെ അതിനുവേണ്ടി സത്വരമായ യോഗം വിളിച്ചു ചേർത്തത് എത്രയോ അംഗങ്ങൾ അവിടെ തന്നെ ആളുകൾ അറിഞ്ഞിട്ടുണ്ട്, അവർ പങ്കെടുത്തിട്ടുണ്ട്. ആരെയും കുറ്റപ്പെടുത്താതെ വിഷയം ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് എന്ന് ഏക BJP കൌൺസിലർ ഷൈജു പറഞ്ഞു. ആ കാര്യത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഉത്തരം നൽകേണ്ടത്, ഇതിനെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മൾ പല ആളുകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുന്നത് തീരെ ശരിയല്ല. നമ്മുടെ കോർപ്പറേഷനിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സംരക്ഷണത്തോടുകൂടി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് ഒരു കോർപ്പറേഷന്റെ ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കി എന്നിൽ നീങ്ങണമെന്നാണ് എനിക്ക് ഒരു
വേളയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹളം മൂർച്ഛിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി മേയറുടെ ഡയസിനു മുന്നിലെത്തി. പ്രതിപക്ഷം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നാടകം കളിക്കുകയാണെന്ന് മേയർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഈ സമയം ഭരണപക്ഷം കൂക്കി വിളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കളിയാക്കുകയും ചെയ്തു. കണ്ണൂർ കോർപ്പറേഷനിൽ തെരുവുനായ ശല്യത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF കോർപ്പറേഷൻ കമ്മിറ്റി കോർപ്പറേഷൻ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ ശല്യത്തിനെതിരെ കോർപ്പറേഷൻ നടപടിയെടുക്കാത്തത് കാരണമാണ് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരായ 15 പേർക്ക് കടിയേറ്റതെന്നും MV ജയരാജൻ പറഞ്ഞു. മേപ്പട്ടിയെ കണ്ടകത്താൻ കഴിഞ്ഞോ? പട്ടികളെ പൊടിച്ചോ? ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കിവിടെ ഡോഗ് ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡോഗ് ഷെൽട്ടറെ പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതല്ല ജില്ലാ പഞ്ചായത്തിന്റെ പടിയൂരിലെ ABC സെന്റർ എങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് പട്ടികളെയും പിടിച്ച് വണ്ടിയിലാക്കി ആ ABC സെന്ററിൽ എത്തിച്ചുകൂടെ? പട്ടികളുടെ പ്രജനനം തടയാൻ കഴിയല്ലോ, ഉൽപാദനം കുറക്കാൻ കഴിയല്ലോ, അതിനെങ്കിലും പരിശ്രമിച്ചുകൂടെ? അക്കാര്യം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റെയിൽവേ അധികൃതരടക്കമുള്ളവരുടെ യോഗത്തിൽ പറഞ്ഞല്ലോ. നിങ്ങളൊരു ഡോഗ് ഷെൽട്ടർ ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഈ പട്ടണത്തിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി അലഞ്ഞു തിരിയുന്ന പട്ടികളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോകാനെങ്കിലും കഴിയണ്ടേ? റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർക്ക് കടിയേറ്റത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് പോയി മുന്നണി ധാരണ പ്രകാരം ലീഗ് മേയർ അധികാരത്തിൽ വന്നിട്ടും ഭരണത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നത്. പടിയൂരിലെ ABC കേന്ദ്രത്തിൽ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളെ എത്തിക്കാൻ കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാകണമെന്ന് MV ജയരാജൻ ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളുടെ ഉൽപാദനം കുറയ്ക്കാൻ ഇവയെ അടിയന്തര വന്ധ്യംകരണത്തിന് വിധേയമാക്കണം. ജനങ്ങളുടെ ആശങ്ക മാറ്റിയില്ലെങ്കിൽ ജനങ്ങൾ കോർപ്പറേഷൻ യോഗത്തിലേക്ക് കടന്നു കയറുമെന്ന് ഓർക്കണമെന്നും ജയരാജൻ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ ധർണയിൽ KP സഹദേവൻ, N പ്രകാശൻ മാസ്റ്റർ, VV സുമേഷ്, ഉണ്ണികൃഷ്ണൻ, അശോകൻ, PV ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊന്ന്യത്ത് കളരി അക്കാദമി സ്ഥാപിക്കാൻ മുഴുവൻ ജനങ്ങളുടെയും രാഷ്ട്രീയം മറന്നുള്ള പിന്തുണയും പരിശ്രമവും ഉണ്ടാവണമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. പൊന്ന്യം 7:30 കണ്ടത്തിന് സമീപം ചേർന്ന പൊന്ന്യത്തങ്കം സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞ പൊന്ന്യത്തങ്കം കൂടുതൽ പൊലിമയോടെ ഈ വർഷവും നടപ്പിലാക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. സംഘാടക സമിതി യോഗം ഇവിടെ രൂപീകരിക്കപ്പെടുന്നു. സംഘാടക സമിതി യോഗം പൂർണ്ണമായും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ പൊലിമ കൂട്ടാനും ഇതിന്റെ മാറ്റു വർദ്ധിപ്പിക്കാനും ജനങ്ങൾ എങ്ങനെ പരമാവധിയിലേക്ക് അണിനിരത്താൻ സാധിക്കും ആ നിലയിലേക്കുള്ള ആലോചനകളാണ് ഇതിൽ നടത്തേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം, സംസ്ഥാന സർക്കാർ കളരി അക്കാദമിക്ക് വേണ്ടി ഓൾറെഡി ബജറ്റിൽ പണം വകയിരുത്തി. ഈ കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കണം. ഇവിടെ ബജറ്റിൽ പണം വകയിരുത്തിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നാ തന്നെ അങ്ങ് വന്നോളുമെന്ന ധാരണ നമുക്ക് ആർക്കുണ്ടാകാൻ പാടില്ല. വകയിരുത്തപ്പെട്ട പണം എങ്ങനെ വിനിയോഗിച്ച് കളരി അക്കാദമി സ്ഥാപിക്കാം, അതിൽ നല്ലതുപോലെ നമുക്കെല്ലാം യോജിച്ചു പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളത്. കളരി അക്കാദമി യാഥാർത്ഥ്യമാകുമ്പം ഈ പ്രദേശം ആകെ മാറും. ഇതിന്റെ ഗുണഭോക്താക്കൾ പുണ്യക്കാരാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾ കതിരൂർ പഞ്ചായത്തുകാരാണ്. ഇവിടെ അനുബന്ധമായി മറ്റ് സംവിധാനങ്ങൾ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ എല്ലാ തലത്തിലും നാടിന്റെ സമഗ്ര പുരോഗതിക്കാണ് കളരി അക്കാദമി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പൊന്ന്യത്തെ കളരി അക്കാദമിക്ക് വേണ്ടി ഞങ്ങൾ മുൻകൈ എടുക്കുന്നത് അതിൽ ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് നമ്മളുമായി സഹകരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. പൊന്ന്യത്ത് കളരി അക്കാദമി യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണെന്നും ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു. കളരി അക്കാദമിക്കായി സ്ഥലം വിട്ടു നൽകുന്നവർ നാടിന്റെ വികസനത്തിൽ പങ്കാളികളാവുകയാണ്. അതിനാൽ പരമാവധി സഹകരിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. കളരി അക്കാദമി യാഥാർത്ഥ്യമായാൽ നാടിന്റെ മുഖച്ഛായ മാറും. ഇത് നാട്ടുകാർക്ക് നേട്ടമുണ്ടാവുമെന്നതിനാൽ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യോഗത്തിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. TT റംല, AV അജയകുമാർ, പൊന്നം കൃഷ്ണൻ, PV ലാബ്ലൈൻ, O ഹരിദാസ്, KV രജീഷ്, വിനോദ് പൊന്നം എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി അവസാന വാരം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് പൊന്ന്യത്തങ്കം നടക്കുക.
സംഘാടക സമിതി ഭാരവാഹികളായി പി സനിലിനെ ചെയർമാനായും NP വിനോദ് കുമാറിനെ കൺവീനറായും തെരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കുറുവ UP സ്കൂൾ മാലിന്യമുക്തം നവകേരളം ഹരിത വിദ്യാലയ പ്രഖ്യാപനം സ്കൂളിൽ നടന്നു. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ KN മിനി ഉദ്ഘാടനം ചെയ്തു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരാ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ അതിനെതിരെ പ്രതികരിക്കേണ്ടതാരാ? അല്ലേ? നിങ്ങളുടെ വീട്ടില് അത്തരത്തില് ഇതൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രതികരിക്കണം. കാരണം കണ്ണൂർ നോർത്ത് BRC ട്രെയിനർ EC അതുൽ കൃഷ്ണൻ ഹരിത വിദ്യാലയ സന്ദേശം നൽകി. രാവിലെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വിദ്യാർത്ഥികൾ ഹരിത വിദ്യാലയ പ്രതിജ്ഞയെടുത്തു. ഹെഡ് മാസ്റ്റർ TK പ്രദീപൻ മാസ്റ്റർ, P അഷ്റഫ് മാസ്റ്റർ, K മുകേഷ് മാസ്റ്റർ, CC സവിത ടീച്ചർ, PTA പ്രസിഡന്റ് C അരുൺ, മദർ PTA പ്രസിഡന്റ് K ഐശ്വര്യ, PTA എക്സിക്യൂട്ടീവ് അംഗം V ഫാത്തിമ എന്നിവർ സംസാരിച്ചു. സ്കൂളിന്റെ ഹരിത വിദ്യാലയ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്കൂൾ ഹരിതസേനയ്ക്കും രൂപം നൽകി. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. പബ്ലിക് സെക്ടർ എംപ്ലോയീസ് കോൺഫെഡറേഷൻ STU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരിദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹാൻഡ്വീവ് മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള നിയമത്തിന് വിധേയമായി അല്ലെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വീടി എന്ന് പറയുന്നത് ഇപ്പോൾ കൊളോണി നിരോധിച്ചതുകൊണ്ട് തന്നെ ആ വ്യവസായം തകർന്നുപോയി. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ കണ്ണൂരിന്റെ ഹാൻഡ്ലൂമിനാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളത്. ഇപ്പൊ കണ്ണൂരിന്റെ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ വലിയ അംഗീകാരമുള്ള അങ്ങനെയുള്ള ഒരു പരമ്പരാഗത വ്യവസായത്തിന് പരിപോഷിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ വിപരീത ഫലം എന്ന് പറയട്ടെ, ആയിരക്കണക്കിന് കൈത്തറി തൊഴിലാളികൾ ഇവിടെ ഇന്ന് പട്ടിണിയിലാണ്. ആ കൈത്തറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം ഒന്നും ചെയ്യാൻ കഴിയും. മാത്രമല്ല ഈ സ്ഥാപനത്തെ നെഞ്ചോടേക്ക് വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്ക് 4 മാസമായിട്ട് ശമ്പളം ലഭിച്ചില്ല എന്ന് മാത്രമല്ല 5ാമത്തെ മാസം കടന്നിരിക്കുന്നു. ട്രാക്കോ കേബിൾ കമ്പനിയിൽ കഴിഞ്ഞ 11 മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിലും സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പിലാക്കാത്തതിലും മനംതൊന്ത് ഇരുമ്പനം യൂണിറ്റിലെ ഉണ്ണി എന്ന ജീവനക്കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചും ഹാൻഡ്വീവ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക, പൊതുമേഖലാ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക, ഉണ്ണിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരിദിനമായി ആചരിച്ചത്. STU ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി CP കുഞ്ഞഹമ്മദ്, PP നാസർ, P ഹംസ ഹാജി, PK മുഹമ്മദ്, VKC മജീദ്, പാലക്കൽ അലവി, KP അമീർ, TK ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ ഹജ്ജ് 2025 ധർമ്മടം മണ്ഡലത്തിൽ തെരഞ്ഞെടുത്ത ഹജ്ജാജിമാർക്കുള്ള സാങ്കേതിക പഠന പരിശീലന ക്ലാസ് നടത്തി. ചക്കരക്കൽ സ്വീറ്റ് സോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ക്ലാസ് ഹജ്ജ് കമ്മിറ്റി മെമ്പർ OV ജാഫർ ഉദ്ഘാടനം ചെയ്തു. ഒരു യാതൊരു വിധത്തിലും സർക്കാരിന്റെ അവരെ അതിഥികളായി അവരെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ അങ്ങനെയല്ല. കാരണം കേരളത്തിലെ മതേതര സമൂഹം അത് പൂർണ്ണമായി അംഗീകരിക്കുന്നത്. കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ അതിഥികൾ എന്ന നിലയിലാണ് യാത്ര പുറപ്പെടുന്നത്. നിങ്ങൾക്കൊരു വിഷമവും ഉണ്ടാവാൻ പാടില്ല എന്ന് കേരളത്തിലെ സർക്കാരിനും അതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്കും നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹജ്ജ് ക്യാമ്പുകൾ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വർഷമായി കണ്ണൂരിലുണ്ട്. ഇതിനു മുമ്പ് കൊച്ചിയിലും ഇതിന് കോഴിക്കോട് കുട്ടിയായിരുന്നു ഹജ്ജ് ക്യാമ്പുകൾ. പിന്നെ അത് ലഘൂകരിച്ച് നമ്മുടെ ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെയും ഇടപെടലുകൊണ്ട് കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ ഹജ്ജ് ആപ്ലിക്കേഷൻ ആരംഭിച്ചു.
2023 ആദ്യമായ ജിയോ കൊട്ടേഷൻ ആരംഭിച്ചത്. 24 വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിയും. ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അതിരകം അധ്യക്ഷത വഹിച്ചു. ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി CK സുബൈർ ഹാജി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മുസ്തഫ പാറക്കൽ, KK ബഷീർ, സഫീർ ചെമ്പിലോട്, PM ആബിദ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഏച്ചൂരിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും അവിഭക്ത മുണ്ടേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന അത്തിക്കൽ രാജൻ 8ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഏച്ചൂർ VR കോംപ്ലക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാർ നേരത്തെ എന്നതുപോലെ തന്നെ ഒരു ഭാഗത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങളും മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോയാൽ പിന്നെ ജനങ്ങളെ ഈ സർക്കാർ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ സർക്കാരിനെ തന്നെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കും. അങ്ങനെ ഒരു സ്ഥിതി വന്നാൽ 3ാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം വന്നാൽ പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് UDF എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലനിൽക്കാൻ പോലും പറ്റില്ല. BJP എന്ന് പറയും മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സർക്കാർ കാലാവധി തകർക്കാൻ പാടില്ല. കാലാവധി തകർന്നാൽ തന്നെ ഈ സർക്കാർ LDFന്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല. അതിന് അന്വേഷണ ഏജൻസികളെ വിട്ടിട്ടും മാധ്യമങ്ങളുടെ പ്രചാരണം നടത്തിയിട്ടും സമരങ്ങൾ നടത്തിയിട്ടും എവിടെയും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താം, കേരളത്തിലെ ജനക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്താനുള്ള മാർഗങ്ങളിലേക്ക് അവർ തിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. മുണ്ടേരി ലോക്കലിൽ CPMന്റെയും ട്രേഡ് യൂണിയന്റെയും വളർച്ചയ്ക്കായി ത്യാഗോജല പ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു അത്തിക്കൽ രാജൻ. പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി KSYFലൂടെ പൊതുപ്രവർത്തന രംഗത്ത് വരികയും DYFI വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ്, CPM മുണ്ടേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു. ബീഡി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ദീർഘകാലം ടുബാക്കോ വർക്കേഴ്സ് യൂണിയൻ ഡിവിഷൻ സെക്രട്ടറിയും കണ്ണൂർ താലൂക്ക് കമ്മിറ്റി അംഗവുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ 8ാം ചരമവാർഷിക ദിനത്തിൽ ഏച്ചൂർ VR കോംപ്ലക്സിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗവും കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമായ KV പ്രജീഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി ശ്രീനിവാസൻ, ഏരിയ കമ്മിറ്റി നേതാക്കളായ P ചന്ദ്രൻ, VV പ്രജീഷ്, റിസിൽ രാജ് എന്നിവർ പങ്കെടുത്തു. ഹൃദയ ചികിത്സയ്ക്കായി അത്യാധുനിക AVVIGO+ MMG IVUS സംവിധാനമൊരുക്കി കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ. കോംപ്ലക്സ് ആൻജിയോബ്ലാസ്റ്റി വേണ്ടിവരുന്ന രോഗികളിൽ ഏറെ ഫലപ്രദമായ രീതിയാണെന്നും ഡോക്ടർമാർ പറഞ്ഞു. പുതിയ സംവിധാനത്തിലൂടെ ഹൃദയ ധമനികളുടെ വ്യക്തമായ ചിത്രങ്ങൾ ഡോക്ടർമാർക്ക് ലഭിക്കുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ P രവീന്ദ്രനും പറഞ്ഞു. അത്യാധുനിക സംവിധാനം ഹൃദയ ചികിത്സയ്ക്ക് കൂടുതൽ കൃത്യതയും വേഗതയും ലഭിക്കും. ഉത്തര കേരളത്തിൽ ആദ്യമായാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത്. AVVIGO+ MMG ഒരു അത്യാധുനിക ഇൻട്രാവാസ്കുലാർ അൾട്രാസൗണ്ട് സംവിധാനമാണ്. ഹൃദയധമനികളുടെ അകത്തെ ഭാഗം, ധമനിയുടെ രൂപം, പ്ലേക്ക് എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചിത്രങ്ങൾ ഈ സംവിധാനം നൽകും. കൃത്യമായ രോഗനിർണയവും ധമനികളിലെ ഏറ്റവും ചെറിയ ഭാഗം മുതൽ പ്ലേക്കിന്റെ അളവ് വരെ കൃത്യമായി നിർണ്ണയിക്കുകയും ചെയ്യും. ധമനിയുടെ ആകൃതി, വലിപ്പം, പ്ലേക്കിന്റെ സ്ഥാനം, ധമനികളുടെ ശാഖകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നതിനാൽ കൃത്യമായ ചികിത്സാ പദ്ധതി തയ്യാറാക്കാൻ സഹായിക്കും. വേഗത്തിലുള്ള ഇമേജിംഗ് സാധ്യമാക്കുന്ന 7 വ്യത്യസ്ത വേഗതകളിൽ ചിത്രങ്ങൾ പകർത്താനും സാധിക്കും. ഉയർന്ന നിലവാരമുള്ള ഇമേജിംഗ് ഉപയോഗിച്ച് HD നിലവാരമുള്ള ഇമേജുകൾ നൽകും. ഹൃദ്രോഗ ചികിത്സയിൽ ഈ സംവിധാനം വളരെ പ്രാധാന്യം നൽകുന്നതാണ്. ഹൃദയത്തിലേക്ക് രക്തമെത്തിക്കുന്ന പ്രധാന ധമനിയുടെ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഈ സംവിധാനം വളരെ ഉപയോഗപ്രദമാണ്. ക്രോണിക് ടോട്ടൽ ഒക്കുലേഷൻ, ദീർഘകാലമായി തടസ്സപ്പെട്ട ധമനികളുടെ ചികിത്സയ്ക്ക് ഈ സംവിധാനം വളരെ സഹായകരമാകും. ഈ അത്യാധുനിക സംവിധാനത്തിലൂടെ കൂടുതൽ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും രോഗനിർണയവും ചികിത്സയും നൽകാനും രോഗികൾക്ക് മികച്ച ചികിത്സാ ഫലങ്ങൾ നൽകാനും കിംസ് ശ്രീചന്ദ് ആശുപത്രിക്ക് ഇനി കഴിയും. ഇതൊക്കെ ചെയ്യാൻ നമ്മൾ കുറേ കാലകാലങ്ങളായി നമ്മൾ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എന്നാൽ ആൻജിയോഗ്രാം ടെസ്റ്റ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വെസലിൻ്റെ ലുമിനൽ സൈസ്, ഡയമീറ്റർ, ലെങ്ത്, പിന്നെ അതിൻ്റെ കാൽഷ്യത്തിൻ്റെ അളവ് ഇതൊന്നും കൃത്യമായിട്ട് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ പുതുതായി വന്ന വിദ്യകളാണ് ഈ ഇൻട്രാവാസ്കുലർ ഇമേജിങ്. അതിൽ 2 എണ്ണമാണ്. ഒന്ന് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട്, പിന്നെ ഒന്ന് ഓപ്റ്റിക്കൽ കോഹറൻസ് ടോമോഗ്രഫി. അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബേസ്ഡ് സിസ്റ്റം, മറ്റേത് ലൈറ്റ് ബേസ്ഡ് സിസ്റ്റം. അപ്പോൾ ഇതിൽ ഈ അൾട്രാസൗണ്ട് തന്നെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അതിൽ തന്നെ ഒരുപാട് അപ്ഗ്രേഡേഷൻസ് വരും, റിനോവേഷൻസ് വരും. അപ്പോൾ അങ്ങനെ വന്ന ഒരു പുതിയ സംവിധാനമാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം. അതിൽ നമുക്കിപ്പോൾ രക്തക്കുഴലിലൂടെ ഒരു ക്യാമറ കത്തീറ്റർ കടത്തി രക്തക്കുഴലിൻ്റെ സൈസും അതിനുള്ള കാൽഷ്യവും അതിൻ്റെ ഘടനയെല്ലാം മനസ്സിലാക്കി
അത് മുമ്പൊക്കെ നമ്മൾ ഒരു ഫുൾ ബാക്ക് വലിക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ പുതിയ AI ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം കൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഓരോ പോയിന്റിലുള്ള വെസലിൻ്റെയും ഡയമീറ്ററും അതിൻ്റെ ഈ കാൽഷ്യത്തിൻ്റെയും മറ്റുള്ള തിക്നെസ്സും ടോട്ടൽ ലീഷൻ ലെങ്ത്തും എത്ര ലെങ്ത്തുള്ള സ്റ്റെൻറ്റ് വെക്കണം, എത്ര ഡയമീറ്റർ സ്റ്റെൻറ്റ് വെക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒറ്റ ഫുൾ ബാക്കിൽ എല്ലാം കൂടെ നമ്മൾ അത് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊസീജിയർ കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ രവീന്ദ്രൻ, സുദീപ്, കൃഷ്ണകുമാർ, ടോം ജോസ് കാക്കനാട്ട്, ദിൽന രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൊഞ്ചി കൊഞ്ചി കാതിൽ മധുരം നിറയ്ക്കാൻ മാങ്കടവ് ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ. സ്കൂളിന്റെ സ്വന്തം റേഡിയോ മാങ്കടവുമായി കുട്ടിക്കൂട്ടം അക്ഷര കുളിർമഴ നനഞ്ഞ് വിജ്ഞാനത്തേരേറിയിട്ട് ഒരു മാസം പിന്നിടുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഏറെക്കാലത്തെ സ്വപ്നമാണ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതോടെ യാഥാർത്ഥ്യമായത്. കുളിമഴ നനയാം വിജ്ഞാനത്തേരേറി ആകാശത്തോളം ഉയരാം. കളിച്ചിരി തീർക്കാം കൂട്ടായെന്നും കൂട്ടാൻ റേഡിയോ മാങ്കടവ്. ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളകളിൽ നേരത്തെ എത്തുന്ന മണിയടികൾക്കായി കാത്തിരിക്കുകയാണിവർ. അറിവിന്റെ വേറിട്ട സ്വരസഞ്ചാരത്തിന്റെ ഭാഗമാകാനുള്ള കാത്തിരിപ്പ്. റേഡിയോ മാങ്കടവിന്റെ കാര്യകർത്താക്കളാവാനും ശ്രോതാക്കളാവാനുമുള്ള തയ്യാറെടുപ്പ്. റേഡിയോ പ്രക്ഷേപണത്തിന്റെ സർഗാത്മകവും സാമൂഹികവും സാങ്കേതികവുമായ തലങ്ങളെ പരിചയപ്പെടുകയാണ് ഓരോ വിദ്യാർത്ഥി. 1 മുതൽ 5 വരെ ക്ലാസുകളിൽ നിന്നായി 26 പേരെയാണ് അവതരണത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവർക്ക് അവതരണത്തിൽ മികവ് പ്രകടിപ്പിക്കാനായി പരിശീലനവും നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തിന്റെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും വിജ്ഞാന വിനിമയത്തിന്റെയും വിവിധ മേഖലകൾ പരിചയപ്പെടുകയാണ് ഓരോ വിദ്യാർത്ഥിയും. പാട്ടുകളും കവിതകളും പ്രസംഗങ്ങളും ഉൾപ്പെടെ എല്ലാ സർഗാത്മക കഴിവുകളിലും താല്പര്യം വളർത്തുകയാണ് റേഡിയോ മാങ്കടവ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. കായിക ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നായ FC ബാഴ്സലോണ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ ക്ലബ്ബ് ബാഴ്സലോണ രൂപം കൊണ്ടത് 1899 നവംബർ 29-നാണ്. റേഡിയോ എന്ന സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ഉത്പന്നത്തിന്റെ വർത്തമാന പ്രസക്തി തിരിച്ചറിയുക കൂടിയാണ് ഇവിടുത്തെ കുട്ടിക്കൂട്ടം. നവംബർ 1-ാം തീയതി ആരംഭിച്ച റേഡിയോ മാങ്കടവിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ പ്രക്ഷേപണം നടക്കുന്നത്. LKG മുതൽ 5 വരെയുള്ള എല്ലാ ക്ലാസുകളിലും ഓരോ രക്ഷിതാക്കളെ കോഓർഡിനേറ്ററാക്കി രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ രക്ഷിതാക്കൾ കുട്ടികൾക്കായി ബന്ധപ്പെട്ട പരിപാടികൾ നൽകുന്നു. ഒരു കുറുക്കൻ തീറ്റ തേടി നടക്കുകയാണ്. അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു മരക്കൊമ്പിൽ ഒരു കാക്കനെ കണ്ടത്. കാക്കന്റെ വായിൽ ഒരു അപ്പം ഉണ്ടായിരുന്നു. അധ്യാപികമാരായ CP സുബൈബത്ത്, TB ഷിൽന എന്നിവരാണ് റേഡിയോ മാങ്കടവിന്റെ കോർഡിനേറ്റർമാർ. പ്രധാനമായും ഇതിൽ 4-5 ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇതിന് ആങ്കേഴ്സായി, അതായത് RJ ആയി ചെയ്യുന്നത് 4 വലിയ ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പോൾ തുടരെ നമ്മളിത് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെയും ഇതിനായി പരിശീലിപ്പിക്കും. ഇതിൻ്റെ കോർഡിനേഷൻ മെയിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുട്ടികൾ, രക്ഷിതാക്കളല്ല ടീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്യുന്നു. ആദ്യം വാട്സപ്പ് മുഖേന അങ്ങനെ അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറ്റുകയും അതിന് ഞാൻ മാത്രമല്ല നമ്മുടെ വിനോദ് മാഷും കൂടി അതിൻ്റെ എന്താ പറയുക ഫുള്ള് ചാർജ് വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പ്ലേയിങ് എങ്ങനെയാണെന്നുള്ള സംഭവങ്ങൾ നമ്മൾ കുട്ടിക്ക് ആദ്യം പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇവക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ KP വിനോദ് കുമാറാണ്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ PTA മീറ്റിങ്ങിൽ, കഴിഞ്ഞ വർഷം അവസാനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള PTA മീറ്റിങ്ങിൽ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല നിർദ്ദേശങ്ങളും മുമ്പോട്ടേക്ക് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു ഇനായിരുന്നു സ്കൂൾ റേഡിയോ. പക്ഷേ അപ്പോഴുള്ള നമ്മുടെ മുന്നിലുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഭാഗ്യവശാൽ ഈ 2000 ആണ്ടിൽ ഈ വിദ്യാലയത്തിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ള കുട്ടികൾ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇതിന് പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുകയും അങ്ങനെയാണ് ഇതൊരു യാഥാർത്ഥ്യമായി മാറുന്നത്.
നിലവിൽ 15 പരിപാടികളാണ് പ്രക്ഷേപണം ചെയ്തു വരുന്നത്. വാർത്ത, റേഡിയോ പ്രക്ഷേപണം നടക്കുന്ന ദിവസങ്ങളിലെ പ്രത്യേകതകൾ അനാവരണം ചെയ്യുന്ന ഇന്നോർമ്മ, പാട്ടുപെട്ടി എന്നിവ കൂടാതെ അതത് ദിവസങ്ങളിലെ കുട്ടികളുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട മധുര പിറന്നാൾ, വായനാനുഭവം പങ്കുവെക്കുന്ന പുസ്തക ചങ്ങാത്തം, സ്വന്തം രചനകൾ അവതരിപ്പിക്കാൻ എൻ്റെ എഴുത്ത്, ശുചിത്വ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വൃത്തിയുള്ള മാങ്കടവ്, ശാസ്ത്ര സംബന്ധിയായ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രത്തിളക്കം, മലയാള ഭാഷാ പോഷണവുമായി ബന്ധപ്പെട്ട് അമ്മ മലയാളം, ഇംഗ്ലീഷ് ഭാഷാ പോഷണ പരിപാടിയായി ഇംഗ്ലീഷ് വൈബ്, കുട്ടികളിൽ പ്രകടമാകുന്ന നന്മകളെക്കുറിച്ച് രക്ഷിതാക്കളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന നന്മവെട്ടം, നാക്കുടക്കികളുടെ അവതരണത്തിന് നാക്കുടക്കി, കൃഷി അറിവുകൾക്കായി കൃഷിജാലകം, അതിഥികളുമായുള്ള അഭിമുഖത്തിന് അതിഥിക്കൊപ്പം എന്നിവയാണ് നടന്നുവരുന്ന പരിപാടികൾ. എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും നൽകി PTA-യും ഒപ്പമുണ്ടെന്ന് പ്രസിഡന്റ് C. അബ്ദുള്ള പറഞ്ഞു. നമ്മുടെ ഈ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു സഹകരണമുള്ള ഒരു സ്കൂളാണ്. നാട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ ഗവൺമെൻറ് സ്കൂൾ നാട്ടുകാരുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും വളരെ നല്ല ഒരു സാന്നിധ്യത്തിലാണ് എല്ലാ പദ്ധതികളും വളരെ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അവതാരകരായി എത്തുന്ന കുട്ടികളെ നേരത്തെ നിശ്ചയിക്കുന്നതിനാൽ അവർക്ക് ആവശ്യമായ വിവരശേഖരണം നടത്താൻ കൂടുതൽ സമയം ലഭിക്കുമെന്നതാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ റിസ മുനീർ, ഫാത്തിമ റന റഷീദ് എന്നിവർ പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ റേഡിയോയിൽ RJ ആയിട്ടൊക്കെ നിൽക്കുന്നത്. പിന്നെ റേഡിയോൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് കൃഷിജാലകം, അതിഥിക്കൊപ്പം എന്നിവയിലൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അവതരിപ്പിക്കാനുള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. ലാപ്ടോപ്പിൽ ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. പത്രവാർത്തയൊക്കെ തയ്യാറാക്കൽ നമ്മൾ കുട്ടികളെ തന്നെ തയ്യാറാക്കിയിട്ട് ടീച്ചേഴ്സിന് കാണിച്ചു കൊടുത്തിട്ട് ടീച്ചേഴ്സ് അതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യാറ്. ക്ലാസ്സിലും വെളിയിലും നടക്കുന്ന അക്കാദമികവും അക്കാദമികേതരവുമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് റേഡിയോ കുട്ടികൾക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ സ്കൂളിൽ മാത്രം പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോയുടെ പരിപാടികൾ ഓൺലൈനായി നൽകാനുള്ള പ്രവൃത്തികളും പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ സ്കൂൾ യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നാളെയുടെ ഓർമ്മകളിലേക്ക് സൂക്ഷിച്ചു വെക്കാനാവും വിധം ഒരു പിടി കാര്യങ്ങൾ കേൾക്കാനും കേൾപ്പിക്കാനുമാവുന്നതിലുള്ള ആത്മസംതൃപ്തി ഈ കുഞ്ഞുങ്ങളുടെയും അധ്യാപകരുടെയും മുഖത്തു നിന്നും വായിച്ചെടുക്കാം. LP വിഭാഗത്തിലുള്ള കുട്ടികളിൽ തുടങ്ങുന്നതാണ് അവരുടെ ഭാവി ജീവിതം. ഇവിടെ അത് കരുപ്പിടിപ്പിക്കുകയാണ് സാറും ഈ കൂട്ടായ്മയും. രാജേഷ്ണപ്പൻ, ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഴീക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7130, പവന് 57,040, വെള്ളി 100 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴീക്കൽ ഹാർബറിനടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ. കല്ലുകൊണ്ടടിച്ചു കൊലപ്പെടുത്തിയതെന്ന് സംശയം. പോലീസ് അന്വേഷണം ഊർജിതം. തെരുവുനായ പ്രശ്നം, കൌൺസിൽ യോഗത്തിൽ ബഹളം, ഇരുപക്ഷവും ഏറ്റുമുട്ടി. സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ഭരണപക്ഷവും കോർപ്പറേഷന് തികഞ്ഞ അനാസ്ഥയെന്ന് പ്രതിപക്ഷവും. കോർപ്പറേഷൻ ഭരണത്തിൽ നടക്കുന്നത് പിൻസീറ്റ് ഡ്രൈവിംഗ് എന്ന് MV ജയരാജൻ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്നതായി MA കരീം. സർക്കാർ തൊഴിലാളികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. കരിദിനം ആചരിച്ച ഹാൻഡ്വ്യൂ മേഖലാ ഓഫീസിനു മുന്നിൽ ധർണാ സമരം. മരണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.